ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം, താങ്കളൊക്കെ 26ാമത്തെ വയസ്സിൽ മന്ത്രിയാവുന്നു, അന്നത്തെ പ്രതിച്ഛായ, ഇത്തരം വിഷയങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രത ഇവിടെ തന്നെ. തീർച്ചയായിട്ടും ചെറുപ്പക്കാരായിട്ടുള്ള പൊതുപ്രവർത്തകന്മാർ ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ തികച്ചും ജാഗ്രത. നമ്മളൊരു നല്ല വ്യത്യസ്തമായ ഉടുപ്പിട്ട് പോയാലും ആളുകൾ ശ്രദ്ധിക്കും, അവനത് ഈ ഉടുപ്പ് എവിടെ നിന്ന് കിട്ടി. വലിയ ഒരു കാറിൽ പോയാൽ ആളുകൾ, കേരളം അങ്ങനെയാണ്. അപ്പം നമ്മളെ എല്ലാം നോക്കുന്നത് എന്താ? പൊതുപ്രവർത്തകരായിട്ടാണ്. ആ പൊതുപ്രവർത്തകർ മോഡലുകളാകണം, ജനങ്ങളുടെ മാതൃകയാണ്. ആ മാതൃകയല്ലാത്ത പ്രവർത്തനം ചെയ്താൽ സ്വാഭാവികമായിട്ടും അത് ആ വ്യക്തിക്കും പ്രസ്ഥാനത്തിനും ഒക്കെ ദോഷമല്ല. പക്ഷെ അവർക്ക് ആ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിനകത്ത് നിന്ന് ചെറുപ്പക്കാർക്കിടയിൽ സൈബർ ഇടങ്ങളിൽ വലിയ സ്വാധീനവും പിന്തുണയും കിട്ടുന്നത് എന്തുകൊണ്ടായിരിക്കും? അതിപ്പോൾ ഈ സൈബറിനകത്ത് എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് ഇതൊക്കെ വരുന്നത്. ഒരു പാടുമില്ലല്ലോ, ഫേക്കാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ആ പിന്തുണ? ഇന്നിപ്പോൾ ഗ്രാമങ്ങളിൽ നാട്ടുകാർ ജനങ്ങളിൽ ഇടയിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ നല്ലത് സോഷ്യൽ മീഡിയ പ്രവർത്തിക്കുന്നതാണെന്നുള്ള തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. സാർ അതിനുവേണ്ടി ശ്രമിക്കാറുണ്ടോ? ബ്രാൻഡ് ആവാൻ? ഞാനങ്ങളൊന്നും ചെയ്യാറില്ല. ഇല്ല, ബ്രാൻഡിങ് ആയില്ലെങ്കിൽ ഔട്ട്റൈറ്റ് ആയി പോകുമെന്ന് തോന്നലുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്, ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവാണ്, ഫേസ്ബുക്കിൽ ആക്റ്റീവാണ്, പിന്നെ അതുപോലെ തന്നെ മറ്റ് എല്ലാ ടൂൾസിലും ഞാൻ ആക്റ്റീവാണ്.